ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് ഐഡിയ ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കേക്ക് ബോർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു അളവ് ജസ്റ്റ് ഒരു ബ്ലാക്ക് പേപ്പറിലൊന്ന് നോക്കി വെച്ചു. എന്നിട്ട് അതിൽ കൊള്ളുന്ന രീതിയിൽ ഒരു പെൺകുട്ടിയുടെ പടമാണ് ഞാൻ വരച്ചെടുക്കുന്നത് കേട്ടോ. ഈ ഒരു ബ്ലാക്ക് പേപ്പറിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണണ്ടോന്ന് അറിയില്ല, പെൻസിൽ കൊണ്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്ക് ഏതെങ്കിലും ഇമേജ് നോക്കിയിട്ട് ട്രേസ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഒരു ഗേളിൻ്റെ ഇമേജും പിന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഇമേജും കൂടെ നമ്മൾ വരയ്ക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഒരു ചെറിയ തുണിയുടെ പീസ് വേണം. അപ്പോൾ ഞാനൊരു പഴയ ഫ്രോക്കിൻ്റെ ഒരു നെറ്റിൻ്റെ പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുറച്ച് സ്റ്റിഫായി നിൽക്കുന്ന ഷാളോ എന്തായാലും നിങ്ങൾക്ക് എടുക്കാം. ഇനി ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈയും ഈ ഒരു ഗേളിൻ്റെ ഇമേജും ഈ ഒരു കേക്ക് ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇതുപോലെ ഫെവിക്കോൾ ഇതിൻ്റെ ബാക്കിൽ തേച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഗേളിൻ്റെ കൈയിൻ്റെ മുകളിലായിട്ടാണ് ശരിക്കും ഈ ബട്ടർഫ്ലൈ ഒട്ടിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങനെ വെട്ടി വന്നപ്പോൾ കുറച്ച് സ്പേസിൻ്റെ ബുദ്ധിമുട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ അത് ഒട്ടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ഇമേജ് കുറച്ച് താഴെയായിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു കൈയിൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കുന്ന രീതിയിലുള്ള വലിപ്പത്തിൽ ഈ ഒരു ഗേളിൻ്റെ ഇമേജ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ കുറച്ച് വലുതായിപ്പോയി, അതുകൊണ്ടാണ് കുറച്ച് താഴ്ത്തിയിട്ട് ഈ ഒരു ബട്ടർഫ്ലൈനെ ഒട്ടിക്കേണ്ടി വന്നത്. അടുത്തതായിട്ട് ഈ നെറ്റിന്റെ പീസ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുകയാണ്. അപ്പൊ ഇതുപോലെ കുറച്ചിങ്ങനെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന തുണിയുടെ പീസ് തന്നെ എടുക്കണം കേട്ടോ, നല്ല കറക്റ്റ് ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പൊ ഇതേപോലെ ഒന്ന് ഞാനിങ്ങനെ ഞൊറിഞ്ഞെടുക്കുന്ന പോലെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് നടുവേ മടക്കിയെടുക്കുക. ഇത് കറക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ഒന്ന് സ്റ്റാപ്ലറും കൂടെ അടിച്ചു കൊടുക്കണം. ഇത് ആ ഒരു ഗേളിന്റെ ഫ്രോക്കിന്റെ അടിഭാഗം ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്കേർട്ട് പോലെ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റാപ്ലർ അടിച്ചുകൊണ്ട് കറക്റ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ ശരിക്കും അങ്ങോട്ട് വെത്തി കിട്ടില്ല. ഇപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ട് ഈ സൈഡിലും കുറച്ച് പശയൊന്നാക്കിയിട്ട് ഇത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിലിങ്ങനെ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമുക്കിതിൻ്റെ ടോപ്പ് ഭാഗം ഇതേപോലെ ഒരു ഫോം ഷീറ്റിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ആ ഭാഗം നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഈ ഒരു ഡ്രസ്സിൽ തന്നെ കുറച്ചിങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഇതേപോലെ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഈ ഫ്രോക്കിൻ്റെ അടിഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു ബെൽറ്റ് പോലെയൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് മുത്തൊക്കെ ഇങ്ങനെ വെച്ചൊന്ന് ഭംഗിയാക്കിട്ടോ. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വോൾ ഡെക്കറാണ്. കുട്ടികൾക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് റൂമിലൊക്കെ വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പഴയ ഒരു ഫ്രോക്കിന്റെ തുണിയുടെ പീസും അതുപോലെ കുറച്ച് ബ്ലാക്ക് കളർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വോൾ ഡെക്കറാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് തരാൻ മടിക്കരുത്. അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്